ഇന്നിപ്പോൾ നമുക്ക് ചോലെ പുലാവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം, അല്ലെങ്കിൽ ചന പുലാവ്. ഇത് വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. 10 മിനിറ്റ് മതി ശരിക്കും ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ എടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഓയിൽ എന്ന് പറയുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഒന്നുകിൽ ഇത് സൺഫ്ലവർ ഓയിൽ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, ഒന്നുകിൽ നെയ്യ് എടുക്കാം, അല്ലെങ്കിൽ ബട്ടറിലാണെങ്കിലും ഇത് ഉണ്ടാക്കാം. ഇതിപ്പോൾ എണ്ണ ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ജീരകം നന്നായി പൊട്ടി തുടങ്ങുമ്പോൾ 2 ഏലക്കായ ഇട്ട് കൊടുക്കാം. ഏലക്കായ, പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 2-3 ഗ്രാമ്പു ആണ്, അത് ഇതിലിട്ട് കൊടുക്കാം. നന്നായി വഴറ്റുക. ഇത് നന്നായി മൊരിഞ്ഞു തുടങ്ങുമ്പോൾ ബാക്കി ഉള്ള പച്ചമുളക്, 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ. ഇത് നന്നായി ഒന്ന് വഴറ്റി വരുമ്പോൾ ബാക്കി സവാള, തക്കാളി ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിൽ ജീരകം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയാണ് ഇട്ട് കൊടുക്കാൻ പോണത്. സവാള നന്നായി വഴറ്റി കൊടുക്കാം. നല്ല ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ വഴറ്റണം ഇത്. നന്നായി വഴറ്റി കൊടുക്കാം. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പട്ട, ബേ ലീഫ് അതൊക്കെ ഇടാം. പക്ഷെ എൻ്റെ അടുത്ത് അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇത് ഗ്രാമ്പൂവും ഏലക്കായും മാത്രമേ ഇടുന്നുള്ളൂ. അത് സവാള നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായി മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള സവാള എന്ന് പറയുന്നത് ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടതെന്ന് പറയുന്നത് തക്കാളിയാണ്. ഇത് ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി, അത് ഇതിലിട്ട് കൊടുക്കുകയാണ് ഞാൻ. നന്നായി വഴറ്റി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമുക്കിനി ആഡ് ചെയ്യേണ്ടത് മഞ്ഞപ്പൊടി. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇടാൻ പോണത്. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി. നന്നായി മിക്സ്. തീ എപ്പോഴും കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക. പൊടികളൊക്കെ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും തീ കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അത് അടി പിടിക്കും. പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഉള്ളത്. നന്നായി മിക്സ് ചെയ്യാം. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഞാൻ ചേർക്കാൻ പോണത് ചന മസാലയാണ്. ചന മസാല പൊടിയാണ് ചേർക്കുന്നത്. അത് ചേർക്കണത് എൻ്റെ അടുത്തത് ഉള്ളതുകൊണ്ട് ഞാനിത് ഇടാണ്. അതില്ലെന്നുണ്ടെങ്കിൽ ഗരം മസാല ഇട്ടാലും മതി. ഇതിൽ അതൊരു 1.5 ടീസ്പൂൺ ചന മസാലയാണ് ഞാൻ ഇടുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. ഉപ്പ് നമുക്ക് കുറച്ചൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നന്നായി മിക്സ് ചെയ്യാം.
ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോണത് കടലയാണ്. ഇത് 1/2 കപ്പ് കടലയാണുള്ളത്. ഇത് ഞാൻ തലേ ദിവസം തന്നെ കുതിർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള 1/2 കപ്പ് കടല. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക അതിലേക്ക്. ആദ്യം കുറച്ച് ഉപ്പിടുക, പിന്നെ അതിന് ശേഷം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിച്ചതോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പച്ചക്കറി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഇടാം. ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലും താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോണത് ചോറാണ്. ചോറ് ഇത് 1/2 കപ്പ് ചോറാണുള്ളത്. ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഇതാണ്. ഇത് ഞാൻ ഇട്ട് കൊടുക്കണം അതിലേക്ക്. നന്നായിട്ട് ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. റൈസ് പൊട്ടിപ്പോവാതെ നോക്കുക. വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുത്താൽ മതി. വല്ലാതെ ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം ഞാൻ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം. മല്ലിയില ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വളരെ എളുപ്പമാണ്. 10 മിനിറ്റ് മാത്രം മതി ഉണ്ടാക്കാനായിട്ട്. ഇത് ഒന്നുകിൽ റൈത്തയുടെ കൂടിയോ അല്ലെങ്കിൽ പ്ലെയിൻ റോഗട്ടിൻ്റെ കൂടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കറികളുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പുലാവാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.